പാർവതി, 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 പാർവതി കണ്ണുറന്നേ. പാർവതി, പാർവതി, എന്ത് പറ്റി? പ്രേതം, പ്രേതം, പ്രേതോ? എവിടെ? 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 അവിടെ ഒന്നുമില്ല. വാ, എഴുന്നേക്ക്. പ്രേതം ഞാൻ കണ്ടതാ. ഞാനൊന്നും കണ്ടില്ലല്ലോ, നിനക്ക് തോന്നിയതായിരിക്കും. വാ, നടക്ക. മണിയായല്ലോ, ഇവളിതുവരെ എഴുന്നേറ്റില്ലേ? പാർവതി, പാർവതി, എന്റെ കൃഷ്ണ, തീ പോലെ പൊള്ളുന്നല്ലോ. പാർവതി, 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 എഴുന്നേക്ക്. നല്ല പനിയുണ്ട്, നിനക്കെന്നെ വിളിക്കായിരുന്നില്ലേ? സമയത്രേ? 8 മണി കഴിഞ്ഞു. അയ്യോ, 8 മണി കഴിഞ്ഞോ? നീ എന്തേ കാണിക്കുന്ന? കിടക്ക്. ഇനിയും കിടന്നുറങ്ങി എങ്ങനെയാ ശരിയാവാ? എനിക്ക് ജോലിക്ക് പോണ്ടേ? നല്ല പനിയുണ്ട് നിനക്ക്, മേല് തീ പോലെ പൊള്ളുന്നുണ്ട്. ഈ പനിയും വെച്ച് നീ ജോലിക്ക് പോവാനോ? ഇന്ന് ലീവ് എടുക്ക്. ഞാനിന്ന് പോയില്ലെങ്കിൽ ആ കാരണം പറഞ്ഞ് ആ കരുണാകരൻ എന്നെ ജോലിന്ന് പറഞ്ഞു വിട്ടാലോ? സിസിൽ ചേച്ചിയുടെ കയ്യില് പനിക്കുള്ള മരുന്നുണ്ടാവും, ഞാൻ പോയി വാങ്ങിക്കൊണ്ട് വരട്ടെ. നീ കിടക്ക്. വേണ്ട, എനിക്ക് ജോലിക്ക് പോണം. പാർവതി, നല്ല പനിയുണ്ട്, റെസ്റ്റ് എടുക്കണം. സാരല്ല മീര, ജോലിക്ക് ചേർന്നിട്ട് അത്രയല്ലേ ആയുള്ളൂ. ലീവ് എടുത്താ എന്റെ ജോലി നഷ്ടപ്പെട്ടാലോ? ഈ പനിയും വെച്ച് നീ എങ്ങനെയാ ജോലി ചെയ്യാ? അത് പറ. രാത്രി ഞാൻ നന്നായിട്ട് പേടിച്ചില്ലേ, അതുകൊണ്ട് പറ്റിയതാ. കുറച്ച് കഴിഞ്ഞാ മാറിക്കോളും. ഇവിടെ പ്രേതത്തിന്റെ ശല്യം ഉണ്ടെന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല, ആർക്കും അനുഭവം ഉണ്ടായിട്ടുമില്ല. നിന്നെ പേടിപ്പിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാന്നാ എനിക്ക് തോന്നുന്നത്. വാർഡിന് കംപ്ലൈന്റ് കൊടുക്കണം, അത് ചെയ്ത ആളെ മാഡം പൊക്കിക്കോളൂ. ശരി, ഞാൻ റെഡിയാവട്ടെ, നേരമായി. ഞാൻ പറയുന്നത് കേൾക്ക് പാർവതി, ഇന്ന് നീ പോണ്ട. എന്ത് സൂക്കേട് വന്നാലും അഷ്ടിക്ക് വകയില്ലാത്തവര് അത് കാര്യമാക്കാൻ പാടില്ലെന്ന് എന്റെ അമ്മ എപ്പോഴും പറയും. കുടുംബത്തിൽ ആസ്തിയുള്ളവർക്കും കൊണ്ടുതരാൻ ആളുള്ളവർക്കും റെസ്റ്റ് എടുക്കാം. എന്നെ പോലുള്ളവര് എത്ര വലിയ സൂക്കേട് വന്നാലും ജോലിക്ക് പോയേ പറ്റൂ. നീ പറഞ്ഞതുപോലെ എന്നെ പേടിപ്പിക്കാനായിട്ട് ആരെങ്കിലും ചെയ്തതാണെങ്കിലും അത് ചെയ്ത ആളെ എന്നെങ്കിലും എന്റെ കയ്യിൽ കിട്ടും. പാർവതി ആരാണെന്ന് അന്ന് അയാൾക്ക് മനസ്സിലായിക്കോളൂ. അപ്പോ മീര പറഞ്ഞ പോലെ എന്നെ പേടിപ്പിച്ചത് പ്രേതമൊന്നുമല്ല, ഇവളാ.